പൈൽസും ഫിസ്റ്റുലയും തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. സാധാരണക്കാർക്ക് പോലും തിരിച്ചറിയാൻ, ഒരു ഡോക്ടർക്ക് പ്രത്യേകിച്ചും തിരിച്ചറിയാൻ പറ്റും. പൈൽസിന് പ്രധാന ലക്ഷണങ്ങൾ ബ്ലീഡിംഗ് ആണ്. രക്തം വരിക, പിന്നെ ചിലർക്ക് വേദനയുണ്ടാവും, പിന്നെ ചിലർക്ക് പുറത്തേക്കൊരു തടിപ്പ് പോലെ തള്ളി വരും. പ്രത്യേകിച്ച് നമ്മൾ ടോയ്ലറ്റിലൊക്കെ ഇരിക്കുമ്പോൾ അത് തള്ളി വരും. ചിലപ്പോൾ അതിന് ബ്ലീഡിങ്ങും ഉണ്ടാവും. അതാണ് പൈൽസ്. ചിലർക്കത് പുറത്ത് വന്നിട്ട് ഉള്ളിൽ കയറാത്തൊരവസ്ഥ കൂടി വരും. എന്നുവെച്ചാൽ ഫിസ്റ്റുല മലദ്വാരത്തിന് ചുറ്റും ഒരു ചെറിയ ദ്വാരമായിരിക്കും. അത് പലപ്പോഴും പഴുപ്പ് വരും, അതിൽ കൂടെ ഡിസ്ചാർജ് ഉണ്ടാവും. ചിലർക്ക് മലം തന്നെ അതിൽ കൂടെ വന്നുകൂടാന്നില്ല. അത് കുറച്ച് കാലത്തേക്ക് ഉണങ്ങും, കുറച്ച് കാലത്തേക്ക് വീണ്ടും, കുറച്ച് കാലം കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമത് വരും. ഇങ്ങനെയൊക്കെയാണ് ഫിസ്റ്റുല കാണപ്പെടാറ്. ഈ പൈൽസും ഫിസ്റ്റുലൊക്കെ ആദ്യത്തെ സ്റ്റേജിലൊരു ശല്യം മാത്രമാണ്. കാരണം ഒരു ഗുരുതരമായിട്ടുള്ള വേദനയൊന്നും ഉണ്ടാവില്ല. അവിടെ ഒരു ഇച്ചിങ്, ചൊറിച്ചിലുണ്ടാവും, പിന്നെ അവിടെ ഡിസ്കംഫർട്ട് ഉണ്ടാവും. ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ പൈൽസിൻ്റെ ലേറ്റർ സ്റ്റേജിൽ ഇത് പുറത്തേക്ക് വന്ന് ഉള്ളിൽ കയറിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഉടനെ തന്നെ ആശുപത്രിയിൽ പോകേണ്ടി വരും. അതുപോലെ തന്നെ ചിലർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കാർഡിയോ വാസ്കുലർ ഡിസീസും സ്ട്രോക്കൊക്കെ ഉള്ളവർ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്. അവർക്ക് പൈൽസ് കുറച്ച് ബുദ്ധിമുട്ടിലാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാക്കും എന്നുള്ളതാണ്. അതൊന്നും ഇല്ലെങ്കിൽ ഇത് എപ്പോഴെങ്കിലും ഒരു ബ്ലീഡിങ് വരുന്നൊരു ശല്യമായിട്ട് നിലനിൽക്കുന്നുള്ളൂ. അത് ഫിസ്റ്റിൽ അങ്ങനെയല്ല, ഇടയ്ക്ക് പഴുപ്പ് വരും. ചിലപ്പോൾ 2-3 മാസത്തിലൊരിക്കൽ നമ്മൾ ആ പുറത്തേക്കൊരു ദ്വാരം ഉണ്ടാവും, ഉള്ളിലും ഒരു ദ്വാരം ഉണ്ടാവും. അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ട്രാക്റ്റിനാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ആ ഫിസ്റ്റുലയുടെ ദ്വാരം പുറത്തത് അടഞ്ഞു പോയാൽ, അല്ലെങ്കിൽ ഉള്ളിലത് അടഞ്ഞു പോയാൽ അവിടെ നീര് കെട്ടി ചിലപ്പോൾ പഴുപ്പുണ്ടാവും. ആ പഴുപ്പ് നമ്മൾ എടുത്ത് കളയേണ്ടി വരും.